അദ്ദേഹത്തിന് ഒബേസിറ്റി ഉണ്ട്, പക്ഷെ വെരിക്കോസ് വെയിനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 45 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. ഈവൻ അദ്ദേഹത്തിന് വെരിക്കോസ് വെയിൻ മാത്രമല്ല, അതിന്റെ കൂടെ വരാറുള്ള വെരിക്കോസ് സീൽ, അതായത് ഈ വൃഷ്ണത്തിൽ ഈ ഞരമ്പ് തടിച്ചു വരുന്ന രോഗം കൂടെ ഉണ്ട്. അവിടെയും ഇടയ്ക്ക് ബ്ലഡ് വന്ന് അവിടെ നിന്നും ബ്ലീഡ് ചെയ്ത് ഇടയ്ക്ക് ബ്ലഡ് കാണാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അങ്ങനെ പറയാറുള്ള പേഷ്യൻസ് വളരെ റെയറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അത്ര സിവിയർ ആയിട്ട് ഈ രക്തക്കുഴൽ വെയിൻസ്, അതായത് നമ്മുടെ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന വെയിൻസിന് അത്രയധികം ഡാമേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്കോട്ടത്തിൽ പോലും, അതായത് ഈ വൃഷ്ണത്തിൽ നിന്ന് പോലും ബ്ലഡ് വരുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. പിന്നെ പൈൽസും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് പൈൽസിന്റെ ബ്ലീഡിങ് വരും. ഇതെല്ലാം ഒരു മൂന്നും ഒരേ ഗ്രൂപ്പിൽ വരുന്ന രോഗമാണ് ശരിക്കും. പിന്നെ കാലിൽ ഈ വെരിക്കോസ് വെയിൻ കാരണം സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് കറുപ്പ് നിറമുണ്ട്, ചില ഭാഗം വെളുപ്പ് നിറമുണ്ട്, നീരുണ്ട്. അതാണ് വെരിക്കോസ് വെയിൻ പേഷ്യൻസിന്റെ അറിയാൻ, ചില ഇങ്ങനെ പൊട്ടലുകൾ ഉണ്ടാവും, കുറച്ച് കട്ടിപ്പുണ്ടാവും, പൊട്ടലുണ്ടാവും, കറുപ്പ് നിറം ഉണ്ടാവും, ചില ഭാഗം വെളുത്തിരിക്കും. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ് കാലിൽ സംബന്ധിച്ച്, ഈ വെരിക്കോസ് വെയിനും ഇതൊക്കെ സംബന്ധിച്ച്. കൂടാതെ അലർജി ഉണ്ട്, അദ്ദേഹത്തിന് ഗ്യാസ്ട്രിക് പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോസിയ, വോമിറ്റിംഗ് സെൻസേഷൻ ആണ്. അതുപോലെ യാത്ര ചെയ്യുമ്പോഴും ഛർദ്ദിക്കാൻ വരിക എന്നാണ് പറയുന്നത്. അതുപോലെ ലിവറിലുണ്ട്, സിറോസിസ് ഉണ്ട്, ലിവർ ഫംഗ്ഷൻ ഹൈ ആണ്, ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഉണ്ട്, GFR കുറവാണ്, ആൽബുമിനൂറിയ ഉണ്ട്. അപ്പം ഡയബറ്റിക് അല്ല ഇദ്ദേഹം, എന്നിട്ടും ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ പ്രോസ്റ്റേറ്റിനും പ്രോബ്ലം ഉണ്ട്, ഗ്രേഡ് 4 ഹൈപ്പോട്ടീസിയ, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ സിംറ്റമാറ്റിക് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു 2 വീക്സ് ആയപ്പോഴേ അദ്ദേഹം പറയുന്ന എല്ലാത്തിനും ഏകദേശം ഒരു 40 to 50% ആൾക്ക് എല്ലാത്തിനും ആശ്വാസമായി. ഡേ 30 ആയപ്പോഴേക്കും ഈ കാലിലെ ഡിസ്കളറേഷനും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഒഴിച്ചൊരു 60% എല്ലാത്തിലും ഇതായി. 60 അല്ല, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും 80 to 90% ഇതായി. ഇതായത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, അതുപോലെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നൽ, അതൊക്കെ മാറി. കാലിലെ നീരൊക്കെ കുറഞ്ഞു, ഒരു തലകറക്കം പോലെ വരുമായിരുന്നു, അതെല്ലാം മാറി. ഇനി ആകെ മാറാനായിട്ട് നിൽക്കുന്നത് ഈ കാലിന്റെ കളർ ചേഞ്ച് ആണ്. പിന്നെ ഈ വെരിക്കോസ് വെയിൻസിന്റെ തടിപ്പ് പെട്ടെന്ന് മാറുകയില്ല, അത് പതുക്കെ പതുക്കെ നമ്മുടെ വെയിറ്റും ഒക്കെ കുറയുന്നതനുസരിച്ച് കാലിലെ ഈ രക്തക്കൊഴലുകളിലെ പ്രഷർ കുറഞ്ഞു വരുന്നതനുസരിച്ച് അത് പതുക്കെ പതുക്കെ ചുരുങ്ങി വരത്തേ ഉള്ളൂ. അത് ടൈം എടുക്കും. അതുപോലെ ഈ കളർ ചേഞ്ചിന് ടൈം എടുക്കും. അപ്പൊ അതാണ് ഓൾമോസ്റ്റ്. പക്ഷെ 90 ഡേയ്സ് ആയപ്പോഴേക്കും ഈ കളർ ചേഞ്ചും ഈ ഞരമ്പ് തടിച്ചു കിടക്കുന്നതും ഒഴിച്ച് ബാക്കി ഒരു സിംറ്റംസും ഇല്ല എന്നുള്ളതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.